ഹലോ, ഇന്ന് ഞാൻ വേറൊരു വഴി കൂടെയാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. ഇത് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരാളെ കണ്ടോ? ആളത്ര നിസ്സാരക്കാരനല്ല, അതാണ് മാഗ്പൈ. ആളുകളുടെ കണ്ണിൽ തന്നെയാണ് ഈ പക്ഷി അറ്റാക്ക്. ഐസ് കൂപ്പർ. എനിക്കൊത്തിരി പേടിയൊക്കെ ഉണ്ട് ഇവൻ്റെ അടുത്ത് കൂടെ പോകാൻ. എപ്പോഴാണ് സ്വഭാവം മാറണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പൂക്കളൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴി കൂടെ വന്നത്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ബോഗൺവില്ല, കടലാസ് പൂവ് എന്നൊക്കെ വിളിക്കില്ലേ, പൂവാണ്. അങ്ങനെ ഞാൻ ഈ വഴിയിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ മരം കണ്ടത്. ഒരു പ്രത്യേക ഭംഗിയിൽ അതങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഞാൻ ഈ ഫ്ലവർ ഷോപ്പ് കണ്ടത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. കോണ്ടാക്ട് നമ്പർ എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാതെ ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് ഈ ചെടി കണ്ടത്. ഇത് ചെടിയാണോ പൂവാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല, കാരണം അത്ര വലിപ്പമുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ചെടിയാണ്. ഇത് ആ വെളുത്ത കുഞ്ഞു കുഞ്ഞു പൂക്കൾ കാണുമ്പോൾ നാട്ടിലുള്ള പിച്ചകപ്പൂക്കൾ പോലെ തോന്നുന്നുണ്ട് അല്ലേ? റോഡിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ ഏരിയയിൽ, ഫുട്പാത്തിനും റോഡിനും നടുക്കുള്ള ഒരു ഏരിയയിൽ അവരിങ്ങനെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വളർത്തിയേക്കുന്ന ചെടികളാണ്. ഞാനൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ട പൂവാണിത്. നല്ല ലാവൻഡർ കളറിലുള്ളൊരു പൂവ്. എൻ്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ നൈബറിൻ്റെ കോമ്പൗണ്ടിൽ അതിമനോഹരമായൊരു ചെടി നിൽക്കുന്നുണ്ട്. സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അവളുടെ മേലങ്ങനെ വെളിച്ചമൊക്കെ വന്നിങ്ങനെ വീഴുമ്പോൾ വ്യൂ നല്ല രസം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചെത്തി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട്. ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? ഞാൻ അടുത്ത ദിവസം ഇതുപോലെ തന്നെ കോളേജിലേക്ക് പോവാണ്. നല്ലൊരു വെയിലുള്ള ദിവസമാണ്, സൺഡേ. അധികം പേർക്കൊക്കെ ഉറങ്ങാനായിരിക്കും ഈ സമയത്ത് ഇഷ്ടം. എന്ന് വെച്ചാൽ അത്ര നേരത്തെ ഒന്നുമല്ല കേട്ടോ, 8 മണിയൊക്കെ കഴിഞ്ഞു. കുറച്ച് പേരൊക്കെ ഇങ്ങനെ നടക്കാനിറങ്ങി, കുറച്ച് പേരൊക്കെ ലേസി ആയിട്ട് വീട്ടിൽ കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ നിങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ? സൺഡേ ഒക്കെ അല്ലേ?
എന്തെങ്കിലും ഔട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതോ വീട്ടിൽ തന്നെ എന്തെങ്കിലും കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് കൂടുവാണോ, ക്ലീനിങ്ങൊക്കെ ആയിട്ട്? എന്തൊക്കെയാണ്? ഞാൻ ബസ് സ്റ്റോപ്പ് എത്താറായി. 3 മിനിറ്റും കൂടി സമയമുള്ളൂ ബസ് വരാനായിട്ട്. പക്ഷെ ഞാൻ അടുത്തെത്താറായിട്ടുള്ളതേ ഉള്ളൂ. വെറുതെ എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് രാവിലെ തിരക്കൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും നമുക്ക് എത്ര സമയം കിട്ടിയാലും ആ ലാസ്റ്റ് മൂമെൻറ്റിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഓടുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടല്ലോ, അത് വേറെയാണ്. ഞാൻ ഇന്ന് പാർക്കിൽ എനിക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ പോകണം. പോയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം ഞാനിന്ന് ലഞ്ച് ടൈമിന് പുറത്തിറങ്ങിയതാണ്. 1 അവർ ബ്രേക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് 1/2 hour ഒക്കെ എടുക്കാൻ പറ്റും. ½ hour എടുക്കാൻ പറ്റുള്ളൂ. വേഗം ക്ലാസ്സിൽ തിരിച്ചു പോകണം. കുറച്ച് വർക്ക്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ കോളേജിൻ്റെ ഫ്രണ്ടിലൊരു പാർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പാർക്കിൽ ഞാൻ വെറുതെ വന്നതാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേര് ഇവിടെ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കാണ്. നല്ല നട്ടുച്ച സമയമാണ്. 12 മണി കഴിഞ്ഞ് 12:30 ആവാൻ പോകുന്നു. കുറേശ്ശെ വെയിലൊക്കെ കാണുമ്പോൾ വെയിലൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ നല്ലൊരു തണുപ്പാണ്. ഒരു ചെറിയൊരു തണുപ്പ്, വലിയ തണുപ്പല്ല, ഒരു ചെറിയൊരു ചൂടും തണുപ്പും കൂടി ഒരു രസമുള്ളൊരു കാലാവസ്ഥ. ഞാൻ കോൾഡ് ഉള്ളതുകൊണ്ട് മാസ്കൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഓവലിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ വിചാരിച്ചത് നിറച്ച് പൂക്കളൊക്കെയാണ് ഇതിനകത്തുനിന്നാണ് കേട്ടോ. പക്ഷെ അതല്ല എനിക്ക് തോന്നുന്നത്. ഇവിടെ മരങ്ങൾ ആണ് അധികം ഉള്ളത്. ഇങ്ങനെ നടന്ന് കാണുവാണ്. നടക്കുന്ന പാത്വയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മോർണിംഗൊക്കെ ഇവിടെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ മോർണിംഗിലൊക്കെ വന്ന് നടക്കാനൊക്കെ വരാൻ നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല ഇഷ്ടംപോലെ വിശാലമായൊരു സ്പേസൊക്കെയുള്ള സ്ഥലം. വിശാലമായിട്ട് നമുക്ക് നടക്കാം, ഓടാം, എക്സസൈസ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് നേരം ഒരു നാപ്പൊക്കെ ചെയ്യാം ഉച്ചയ്ക്ക് വന്നിട്ട്. വേണമെങ്കിൽ ആരും അങ്ങനെ നോട്ട് ചെയ്യുകയൊന്നും ചെയ്യത്തില്ല. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. ഇവിടെ വലിയ ഫ്ലവേഴ്സൊക്കെയുള്ള ചെടികളൊന്നുമല്ല, ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്.
ഇത് വലിയ ഏരിയയാണ്. ഞാനിതിൻ്റെ ഈ സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ തിരിച്ച് അടുത്ത ടൈമിനകത്ത് തിരിച്ച് ക്ലാസ്സിലെത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇതൊരു ഡ്രാഗൺ ബേർഡുണ്ട്. ഒറ്റയ്ക്ക് വന്നേക്കാണ്. ഞാനൊരു ഫുഡൊന്നും കൈ പിടിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊടുക്കാമോന്നൊന്നും അറിയില്ല. പക്ഷെ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് പേര് പാർട്ടി ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ നല്ല രസമുള്ള വണ്ടർഫുൾ ക്രിസ്മസ് ട്രീ ആണോ എന്നറിയില്ല. ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ ആണ്. റൗണ്ടിലൊരു ഏരിയ മുഴുവനും നല്ല ഭംഗിയിൽ പിടിച്ചിട്ടുണ്ട്, ഭംഗിയിൽ നട്ടു വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയുടെ അതേ ഷേപ്പ് തന്നെയാണ്. പക്ഷേ ഈ മരത്തിനെയാണോ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ സ്പേസിൽ ഇതിങ്ങനെ ഭംഗിയിൽ നട്ട് വളർത്തിയേക്കുന്നതാണ്. നല്ല രസമുണ്ട്. ഈ ഒരു ഏരിയ കാണാനായിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുന്ന അത്ര വ്യൂ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. നേരിട്ട് കാണുന്നതാണ് ഭംഗി. എനിവേ ഞാനിങ്ങനെ മാനേജ് ചെയ്തു. എനിക്ക് ഇത് ഈ ഫുൾ സെൻസോടുകൂടി അതേ രീതിയിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആക്കണമെന്നുണ്ട്. പക്ഷേ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നേരിട്ട് കാണുന്നതും വീഡിയോയിൽ കാണുന്നതും ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അല്ല, അത്ര ഭംഗിയുള്ള കാഴ്ചകളിലൊക്കെയാണ് കാണുന്നത്. ഈ ഒരു മരം വേറൊരു ടൈപ്പ്, ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ട്രീ ആണിത്. എന്താണ് സംഭവം അറിഞ്ഞൂടാ. നിറയെ കായകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. സൂപ്പർ ലൊക്കേഷനാണിത്. ഇതിൻ്റെ ഇടയിൽ കാലിപ്സ് മരങ്ങളും ഉണ്ട്. വേറെ പല ടൈപ്പിലുള്ള മരങ്ങളുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ പാർക്ക്? പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെയുള്ളവരൊക്കെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വരുന്നു. നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇതെല്ലാം കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നു. ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലമുണ്ട്. ഇതെല്ലാം കുട്ടികളുടെ കളിക്കുന്ന ഏരിയാസാണ്. കൂടുതൽ ക്ലോസ് ആയിട്ട് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു എക്യുപ്മെൻറ്റ്സൊക്കെ. പക്ഷെ കുട്ടികൾ കളിക്കുന്നത് കൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് അടുത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല.
കാരണം അവരുടെ പ്രൈവസി മാറ്റേഴ്സാണ്. ഇവിടെ കാണുമ്പോൾ തൊട്ടാവാടിപ്പൂ പോലത്തെ പൂ കാണുന്നുണ്ട്. പക്ഷെ തൊട്ടാവാടിയൊന്നുമല്ല, സ്ട്രോങ് ആണ്. കുട്ടികളുടെ കളിക്കുന്ന ഏരിയാസ് ആണ്. നടന്ന് ഞാൻ എൻ്റെ മുൻപത്തെ സ്റ്റോപ്പിലെത്തി. അപ്പോൾ തിരിച്ചിനി ഒരു സ്റ്റോപ്പ് നടക്കണം നമ്മുടെ കോളേജിൻ്റെ അവിടേക്ക് എത്താൻ. ഒരു വോളിബോൾ ഗ്രൗണ്ടൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഈവനിങ്ങിലൊക്കെ വന്നിട്ട് ആർക്ക് വേണമെങ്കിലൊക്കെ കളിക്കാം. കമ്മ്യൂണിറ്റി ഗെയിംസൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. കമ്മ്യൂണിറ്റീസും ക്ലബ്സൊക്കെ നോർമലി ഗെയിംസ് നടത്തുന്ന സ്ഥലമാണ്. Sorry. പാർക്കിൻ്റെ നീറ്റ്നെസ്സൊക്കെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. ഡസ്റ്റ്ബിന്നൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ആരും ആവശ്യമില്ലാതെ വേസ്റ്റൊന്നും അവിടെ ഇവിടെ ഇട്ടിട്ടില്ല. എല്ലാവരും കറക്റ്റായിട്ട് ഡസ്റ്റ്ബിന്നിൽ തന്നെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് നേരം കറങ്ങിയപ്പോൾ ഞാൻ തിരിച്ചു പോകേണ്ട വഴി മറന്നു പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ട്. ആ ഫെദറിൻ്റെ ഡിസ്പ്ലേ കണ്ടപ്പോൾ ഒരാശ്വാസമായി. ഇവിടെ അടുത്ത് എവിടെയോ ആണ് എനിക്ക് ഇറങ്ങിപ്പോകേണ്ട വഴി. അപ്പം ഞാൻ വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ട് പോവാണ്. എനിക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.